ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എടാ നമ്മൾ അങ്ങനെ സെക്ഷൻ എഫിലെ ഫസ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇൻഫർമേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സെക്ഷൻ എഫിൽ നമ്മൾ പഠിക്കുന്നത്, സെക്ഷൻ എഫിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്രൊവൈഡ് ചെയ്തു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് കാണുക. കാരണം എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടോപ്പിക് വീഡിയോ ആണ്. എന്താ പഠിക്കാൻ പോകുന്നത്? ഇൻഫർമേഷൻ സിസ്റ്റം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താടാ ഇൻഫർമേഷൻ സിസ്റ്റം? ആദ്യം ഞാൻ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് പറയാം. നമുക്കറിയേണ്ടത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. പിന്നെ വാല്യൂ ചെയിൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമുക്കൊരു ഇൻഫർമേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് തുടങ്ങാം. ഓക്കെ അല്ലേ? എടാ, നമ്മളെ കമ്പനിയിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻസ് എല്ലാം പ്രോപ്പർലി ആദ്യം കളക്ട് ചെയ്യും അല്ലെ? കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഈ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ പ്രോസസ് ചെയ്ത് വേറെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റും. നമുക്ക് എന്താണോ വേണ്ടത് ആ ഫോർമാറ്റിലേക്ക് നമ്മൾ പ്രോസസ് ചെയ്തിട്ട് മാറ്റും. എന്നിട്ട് ഇതിനെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതിന് ആർക്കാണോ ആവശ്യമുള്ളത്, നമ്മളെ കമ്പനിയിൽ ആർക്കാണോ ഈ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളത് അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മളെ കമ്പനിയിലെ ഇൻഫർമേഷൻസിന്റെ പ്രോപ്പർ ഫ്ലോ, അതിനെയാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഫർമേഷൻ സിസ്റ്റം, ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. എന്ത് വേണം? ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആളുകൾ വേണം, എംപ്ലോയീസ് വേണം, പീപ്പിൾ വേണം. ഇനി ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ വേണം. ഓപ്പറേഷൻസ് പ്രോപ്പർലി നടക്കാൻ അല്ലെങ്കിൽ പ്രോസസ്സിങ് നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ വേണം. പ്രോസസ്സിങ് ഓപ്പറേഷൻസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് വേണം? ഇതൊക്കെ എന്ത് കാര്യവും നമ്മൾ കളക്ട് ചെയ്ത് ഇത് ചെയ്യുന്നത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയാം. ആ കമ്പനിയിൽ പ്രോപ്പർലി ഡേറ്റാസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി ഇൻഫർമേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. ഡേറ്റാസ് വേണം. അതേപോലെ നമ്മളെ സെക്ഷനിൽ പഠിക്കുന്ന കാര്യം, നമ്മളെ സെക്ഷന്റെ പേര് ടെക്നോളജി വേണം. ടെക്നോളജി ഉണ്ടാവണം. ആ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് പ്രോപ്പർലി ഒന്ന് സ്ട്രക്ചർ ചെയ്തെടുക്കുന്നത്. സോ നമുക്ക് എന്ത് വേണം? ടെക്നോളജി വേണം. ക്ലിയർ ആണോ? ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇതല്ല വേണ്ടത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് വേണ്ടത്. നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. നമുക്ക് അതെന്താ നോക്കാം. അത് നോക്കിയിട്ട് അടുത്ത ടൈമിലേക്ക് പോവാം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് കളക്ട്സ് റെക്കോർഡ്സ്, പ്രോസസ്സസ് ആൻഡ് റിപ്പോർട്ട്സ്, അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഡേറ്റ. ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത് കോമൺലി പറഞ്ഞതാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താ? അക്കൗണ്ടിങ് ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അത് റെക്കോർഡ് ചെയ്യുക, അത് പ്രോസസ് ചെയ്യുക. നമുക്ക് എന്ത് ഫോർമാറ്റിലാണോ വേണ്ടത്, എന്ത് ഔട്ട്പുട്ടിലാണോ വേണ്ടത് അതിലേക്ക് പ്രോസസ് ചെയ്തെത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് നമ്മൾ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. എന്ത് ഡേറ്റാസിനെ? അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻഷ്യൽ ഡേറ്റ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. ആ ഒരു സ്ട്രക്ചറിനെ, ആ ഒരു കോമ്പിനേഷനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആരൊക്കെ വേണം? ഇതൊക്കെ വേണം. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലേ ഇവിടെയും അത് വർക്കാവുള്ളൂ. ഓക്കെ, ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിംഗ്. കമ്പനിയിൽ ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ നാളെ ഡിസിഷൻസ് എടുക്കാൻ പോകുന്നത്. ആ ടൈമിൽ നമ്മളെ ഇൻഫർമേഷൻ ഇല്ല, നമ്മളിൽ ഒരു ഡേറ്റ ഇല്ല, നല്ലൊരു സിസ്റ്റം ഇല്ല, പ്രോപ്പർലി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതെന്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? കോസ്റ്റ് ആൻഡ് പെർഫോമൻസ് ഡേറ്റ. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡേറ്റാസ് എടുക്കാം. കോസ്റ്റ് ഡേറ്റ എടുക്കാം, നമ്മളെ പെർഫോമൻസ് ഡേറ്റ, അവിടുത്തെ എംപ്ലോയീസ് എങ്ങനെ പെർഫോം ചെയ്തു, നല്ലതായിരുന്നോ, എന്തെങ്കിലും വേരിയൻസ് സംഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് നോക്കാം. പെർഫോമൻസ് ഇവാലുവേഷൻ സെക്ഷൻ സിയിൽ നിങ്ങൾ പഠിച്ചതാണ്, അതിനു വേണ്ടി നോക്കാം. അതേപോലെ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോസ്റ്റ് കുറയ്ക്കാനും അവിടുത്തെ വാല്യൂസ് കൂട്ടാനും, അതേപോലെ എല്ലാ കാര്യത്തിനും ഡേറ്റാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഇപ്പൊ എന്ത് വേണം? ഇൻഫർമേഷൻ സിസ്റ്റം പ്രോപ്പർ ആവണം. അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിനാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
സെറ്റ് അല്ലേ? സിമ്പിൾ ആണ്, ആ പേരിൽ തന്നെ ഉണ്ട്, ലോജിക് അനുസരിച്ച് പഠിച്ചു പോവാ. ഇനി നമുക്ക് അതേപോലെ പഠിക്കാനുള്ള അടുത്ത ടേമാണ് വാല്യൂ ചെയിൻ. വാല്യൂ ചെയിൻ വാല്യൂ ചെയിൻ എന്താ? വാല്യൂ ചെയിൻ ഒന്നുമില്ല, ഓൾ ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആഡ് വാല്യൂ ടു ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഇസ് കാൾഡ് വാല്യൂ ചെയിൻ. നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് പോകുന്നത്. അപ്പം ഈ ആക്ടിവിറ്റീസിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ, അല്ലെ ഈ എല്ലാ ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതാണ് വാല്യൂ ചെയിൻ എന്നുള്ളത്. ഈ വാല്യൂ ചെയിൻ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളുടെ പേരാണ് മൈക്കിൾ പോർട്ടർ. പുള്ളി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വാല്യൂ ചെയിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വാല്യൂ ചെയിൻ എന്താന്ന് പഠിക്കാം. പുള്ളി രണ്ടായിട്ട് നമ്മൾ ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി ആക്ടിവിറ്റിയും അതേപോലെ സപ്പോർട്ടിങ് ആക്ടിവിറ്റിയും. ഓക്കെ, പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൽ ഡയറക്ട്ലി വാല്യൂസ് ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണോ അതിനാണ് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് 5 എണ്ണമാണ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻ, ഔട്ട് ബൗണ്ട്, മാർക്കറ്റിംഗ്, സർവീസ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ എനിക്കൊരു ഹോട്ടൽ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഹോട്ടലിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങും. എനിക്ക് വേണ്ട ഫുഡിന്റെ ഇൻഗ്രീഡിയൻസ്, ഇപ്പൊ ചിക്കൻ വാങ്ങി, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വാങ്ങി. ഓക്കെ, അതെന്താണ്? എന്റെ ഇൻബൗണ്ട് ആണ്. അപ്പം ഞാൻ വാങ്ങുന്ന പ്രൊഡക്റ്റ് നല്ലതല്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ ഇൻബൗണ്ട് പോയി, അവിടെ വാല്യൂ ഉണ്ടാവില്ല. ഫസ്റ്റ് പോയിന്റ് കിട്ടിയേ. ഇനി നല്ല രീതിയിൽ ഞാൻ ഇത് കുക്ക് ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റ് ആക്കും, നല്ലൊരു ഫുഡ് ഉണ്ടാക്കും. ആ കുക്ക് ചെയ്യുന്നിടത്ത് പാളിപ്പോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പോൾ അവിടെ എന്താവും? വാല്യൂ ഇല്ലാതായി പോകും. അപ്പം ഓപ്പറേഷൻസ് നന്നായിട്ട് നടക്കണം. ഇനി ഇതൊരു ഓൺലൈൻ ത്രൂ ഞാൻ ഡെലിവറി ചെയ്ത് കൊടുത്തു, കസ്റ്റമേഴ്സ് പറഞ്ഞ സമയത്ത് എനിക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഞാൻ നല്ല സാധനം ഉണ്ടാക്കിയതുകൊണ്ട് വല്ല കാര്യം ഉണ്ടായോ? ഇല്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഔട്ട് ബൗണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം, ഡെലിവറി ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം, കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. നമ്മൾ ഇടക്കിടക്ക് എന്ത് ചെയ്യണോടാ? ഓഫേഴ്സും അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കണം. ഓഫേഴ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് വിചാരിക്കും അവർക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്, ഇത്ര വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടുന്നുണ്ട്, അവർക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു തോട്ട് വരില്ലേ? നമ്മളാണെങ്കിലും ഓഫേഴ്സ് കാണുമ്പോൾ ചാടി വീരില്ലേ? അതാണ്, കസ്റ്റമേഴ്സിന് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫേഴ്സ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പം അതും എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസ്. ഇപ്പൊ ഞാൻ ഫുഡ് കൊടുത്ത വഴിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, അപ്പൊ അവര് വിളിച്ചൊരു കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർലി മാനേജ് ചെയ്യണം. അടുത്ത പ്രാവശ്യം അത് വീണ്ടും റിപ്പീറ്റഡ്ലി ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സെയില് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് ഒരിക്കലും തീരുമാനിക്കല്ലേ. നല്ല സർവീസ് കൊടുക്കണം. സർവീസ് എപ്പോഴും ബെസ്റ്റ് ആണ്. സർവീസ് ഇല്ല എങ്കിൽ നിങ്ങളൊരു ഹോട്ടലിൽ പോയി നല്ല ഫുഡ് കിട്ടി, അവിടുത്തെ ആള് മര്യാദക്ക് ഫുഡ് സെർവ് ചെയ്യുന്നില്ല, സർവീസ് ഇല്ല, അങ്ങനെയാണ് എന്ത് ചെയ്യൂടാ? നമുക്ക് അവിടെ ഇഷ്ടപ്പെടുവോ? വീണ്ടും പോവോ? ഒരിക്കലും ഇല്ല. അപ്പൊ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൈമറി ആക്ടിവിറ്റീസ് ആണ് ഈ പറഞ്ഞ 5 എണ്ണം. ഈ 5 എണ്ണം പ്രോപ്പർലി ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിലേക്ക് എന്ത് ക്രിയേറ്റ് ആവുള്ളൂ? വാല്യൂ. അപ്പൊ ഈ എല്ലാ ആക്ടിവിറ്റീസിനെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ എല്ലാത്തിനെയും കൂടെ ഒരു കോമ്പിനേഷനെ പറയുന്നതാണ് വാല്യൂ ചെയിൻ എന്നുള്ളത്. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് നല്ല ഹോട്ടൽ ഉണ്ട്, അതിന് പക്ഷേ നല്ല സ്ഥലമില്ല കുക്ക് ചെയ്യാനായിട്ട്. ജസ്റ്റ് റോഡിലിട്ട് കുക്ക് ചെയ്ത് വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമുണ്ടോ? ഇല്ല. നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതേപോലെ നല്ല കുക്ക് വേണം. അവിടെ ജോലി ചെയ്യാൻ ആളുകൾ വേണം, അവിടുത്തെ സ്റ്റാഫ് വേണം, ഡെലിവറി ചെയ്യുന്ന ആളുകൾ വേണം. നല്ല ഹ്യൂമൻ റിസോഴ്സസ് കാര്യങ്ങൾ എന്ത് വേണം? അത്യാവശ്യമായിട്ട് വേണം. നെക്സ്റ്റ് വൺ ടെക്നോളജി. ഇപ്പോഴും നമ്മൾ മറ്റേ വിറകടുപ്പിൽ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക, എപ്പോൾ കിട്ടാൻ ആളുകൾക്ക് ടൈം എടുക്കും. അപ്പൊ നമ്മൾ ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആവണം. ഏറ്റവും പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്ത് ഏറ്റവും സ്പീഡിൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റണം. സോ ടെക്നോളജി വേണം. അതേപോലെ പ്രൊക്യൂർമെന്റ്. നമുക്ക് വേണ്ട ഇൻബൗണ്ട് വേണ്ട സാധനങ്ങളില്ലേ, അത് ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരുന്നതിനാണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് ചിക്കൻ ആണ്. ഇപ്പൊ ഒരുപാട് ചിക്കൻ സെയിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇവരിൽ ആരാണോ ഏറ്റവും ക്വാളിറ്റി ഉള്ളത്, ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നല്ല സാധനം നമുക്ക് കിട്ടുന്നത് നമ്മൾ കണ്ടുപിടിക്കില്ല. ആ ഒരു പ്രോസസ് ഇല്ലേ, അതിനെയാണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സപ്പോർട്ടിങ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഈ പ്രൈമറി ആക്ടിവിറ്റി പ്രോപ്പർലി നടക്കും. ഈ പ്രൈമറി ആക്ടിവിറ്റി പ്രോപ്പർലി നടന്നു കഴിഞ്ഞാൽ എന്ത് ക്രിയേറ്റ് ആവും? അവിടെ വാല്യൂ ക്രിയേറ്റ് ആവും. ഓക്കെ അല്ലേ? ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഒരുപാട് വാല്യൂസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്തായിരിക്കും? നമ്മളോട് ലോയൽ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട് എന്ന് തോന്നൽ വന്നാൽ മാത്രമേ റിപ്പീറ്റഡ്ലി അവർ നമ്മളെ അടുത്തേക്ക് വരുള്ളൂ. അപ്പൊ അവർ ലോയൽ ആവും. അവരെന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ പേ ചെയ്യാൻ റെഡി ആയിരിക്കും. നമ്മൾ ചെറിയ രീതിയിലൊക്കെ പ്രൈസ് കൂട്ടിയാലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. നല്ല സാധനം, നല്ല വാല്യൂ ആഡഡ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ വാല്യൂ ഇല്ല എങ്കിൽ ഒരു പ്രൊഡക്റ്റും മാർക്കറ്റിൽ
എക്സിസ്റ്റ് ചെയ്യില്ല, അത് ഫെയിൽ ആയി പോകും. അങ്ങനെയാണ് ഈ പല പല ബിസിനസ്സും പൊട്ടിപ്പോകുന്നത്. അപ്പൊ വാല്യൂ ചെയിൻ എന്നുള്ളത് ആരുടെ കോൺസെപ്റ്റ് ആണ്? മൈക്കിൾ പോർട്ടർ. മറന്നുപോകല്ലേ, മൈക്കിൾ പോർട്ടറിന്റെ കോൺസെപ്റ്റ് ആണ്. ഈ പ്രൈമറി ആക്ടിവിറ്റിയും സെക്കൻഡറി ആക്ടിവിറ്റിയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റ്, അതായത് എക്സാമ്പിൾ $50 മുടക്കിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ കസ്റ്റമറിന് നോക്കിയപ്പം ഇതിന്റെ വാല്യൂ, കസ്റ്റമർ ഒരു വാല്യൂ ഇടുമല്ലോ, അല്ലെ കസ്റ്റമറിന് തോന്നുമല്ലോ ഇത് $50 വെർത്താണോ. നമ്മൾ നോക്കില്ലേടാ നമ്മൾ വാങ്ങുന്ന പ്രൈസിന് വെർത്താണോ എന്ന്. ഇപ്പൊ നമുക്ക് തോന്നി ഇതൊരു $70 സാധനം ഉണ്ട്. അതിനെയാണ് കസ്റ്റമറിന് ക്രിയേറ്റ് ആവുന്ന വാല്യൂ എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്തിനെക്കാട്ടിലും കൂടുതലായിരിക്കണം, നമുക്ക് വന്നേക്കുന്ന കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എത്ര വാല്യൂ ക്രിയേറ്റ് ആയെന്ന് പറയാൻ പറ്റും? $20. വാല്യൂസ് എപ്പോഴും ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ബിസിനസ് പ്രോപ്പർലി റൺ ചെയ്യാൻ പറ്റൂ. വാല്യൂസ് ആണ് ബിസിനസ്സിനെ നടക്കുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് വാല്യൂ കിട്ടണം. എന്തൊക്കെ ചെയ്താലും കസ്റ്റമേഴ്സിന് വാല്യൂ കിട്ടണം. കസ്റ്റമേഴ്സ് അത്രേ നോക്കുള്ളൂ. അല്ലാതെ അവർക്ക് ഇത് കിട്ടിയോ അത് കിട്ടിയോ എന്നൊന്നും നോക്കില്ല. അവർ ഫൈനലി സാറ്റിസ്ഫൈഡ് ആവണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി വാല്യൂ ചെയിൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ചെയിൻ നമുക്ക് എന്താ ഉപകാരം എന്താ ഉണ്ടാവുന്നത്? എന്താടാ? നമ്മളെ കസ്റ്റമേഴ്സിന്റെ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ പറഞ്ഞ സെയിം കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാം. നമ്മൾ വാല്യൂ ഒന്നും പുതിയത് ക്രിയേറ്റ് ചെയ്തില്ല. ഓക്കെ, ഇവിടെ $70 നമുക്ക് വാല്യൂ കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോഴും $70. പക്ഷേ നമുക്ക് വന്നേക്കുന്ന കോസ്റ്റ് 50-ൽ നിന്നും 45-ലേക്ക് എത്തിക്കാൻ പറ്റിയാൽ നമ്മുടെ വാല്യൂ എത്രയായിട്ട് കൂടി? 25 കൂടിയില്ലേ? അപ്പം നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കല്. വാല്യൂ സെയിം ആയിട്ട് നിർത്തിക്കൊണ്ട് ഇവിടെയും 70 അവിടെയും 70 സെയിം വാല്യൂവിൽ കോസ്റ്റ് കുറച്ചാലും അതിനെ നമുക്ക് വാല്യൂ ആഡ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ന്യൂമറിക്കലി ഇപ്പൊ നോക്കി. ക്ലിയർ അല്ലേ? അപ്പം വാല്യൂ ചെയിൻ എന്താന്ന് പഠിച്ചു, അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താന്ന് പഠിച്ചു. ഇനി ഇത് തമ്മിലുള്ള ഇമ്പോർട്ടൻസ് എന്താ? എടാ, നമ്മൾ നല്ല രീതിയിൽ ഇൻഫർമേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്തു, നമ്മൾ ഔട്ട്പുട്ട് പ്രോപ്പർലി റൺ ചെയ്തു, ഇൻപുട്ടിൽ നിന്നും പ്രോസസ് ചെയ്തു, സ്റ്റോർ ചെയ്തു, നല്ല ഔട്ട്പുട്ട്സ് എടുത്തു, നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂ ചെയിനായിട്ട് ഇതിനെ കണക്ട് ചെയ്തൂടെ? നല്ല രീതിയിൽ വാല്യൂസ് കൊടുക്കാൻ പറ്റില്ലേ? ഇത് നിങ്ങൾ ആലോചിച്ചേ. ഈ ഒരു എക്സാമ്പിളിലേക്ക് വന്നേ. നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങി, ഓക്കെ, ചിക്കൻ വാങ്ങി കൊണ്ടുപോയി വെച്ചു. ഈ കുക്ക് ഇത് അറിയുന്നില്ല നമ്മൾ ഈ സാധനം വാങ്ങി വെച്ചേക്കുന്നത്. അവിടുത്തെ ഇൻഫർമേഷൻ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുക്ക് പോയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമോ? സാധനം ഉണ്ടാക്കുമോ? ചെയ്യില്ല. അത് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പൊ നല്ല ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ വർക്കിംഗ് എന്താവും? പ്രോപ്പർ ആവും. ഇവിടുത്തെ വർക്കിംഗ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ വാല്യൂ ക്രിയേറ്റ് ആവും. മനസ്സിലായോ? അപ്പം ഇൻഫർമേഷൻ സിസ്റ്റത്തിന് വാല്യൂ ചെയിനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. നല്ല ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ല വാല്യൂ ചെയിൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നല്ല വാല്യൂ ചെയിൻ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ വാല്യൂസ് ആഡ് ചെയ്യാം. സോ കസ്റ്റമേഴ്സ് നമ്മളോട്ട് ലോയൽ ആയിരിക്കും. നമുക്ക് റിട്ടൻഷൻ കിട്ടും. കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വരും, റിപ്പീറ്റഡ്ലി വരും. ഇല്ല എങ്കിൽ എന്താ? അവർ ഒരു വട്ടം വാങ്ങും, അവർ സാറ്റിസ്ഫൈഡ് ആവില്ല, അവർ വേറെ ആളുടെ അടുത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് ഫെയിൽ ആവുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്താ പഠിച്ചത്? ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു, വാല്യൂ ചെയിൻ പഠിച്ചു, മൈക്കിൾ പോർട്ടറിന്റെ ആ ഒരു പ്രൈമറി ആക്ടിവിറ്റിയും കാര്യങ്ങളും പഠിച്ചു. ഇത് തമ്മിലുള്ള കണക്ഷൻ പഠിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ എല്ലാവരും ക്ലാസ് കേട്ട് എന്ന് പറഞ്ഞിട്ട് കോൺസെപ്റ്റ് ഓക്കെ ആയി എന്ന് കൺസിഡർ ചെയ്യരുത്. ഞാൻ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.